നമസ്കാരം. ലോകാരാധ്യനായ ശ്രീബുദ്ധനെ വിഷമിപ്പിച്ച ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കളിക്കുന്ന കുരങ്ങിനെ പോലെയാണ് മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയാറുണ്ട്. എന്നാൽ മനസ്സിനെ അടക്കിയവരാണ് സന്യാസിമാർ എന്നാണ് നമ്മുടെ പൊതുധാരണ. പക്ഷേ മനസ്സിനെ അടക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എത്ര അടക്കാൻ ശ്രമിച്ചാലും പിടിതരാതെ വഴുതി മാറാൻ മനസ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് ഏകാഗ്രത പരിശീലിച്ചാൽ കുറച്ചൊക്കെ മനോനിയന്ത്രണം സാധ്യമാകും എന്നാണ് അനുഭവം. ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തതീർന്ന യമിതന്നെ ഭാഗ്യവാൻ എന്നാണല്ലോ നളിനിയിലെ ദിവാകരനെ കുറിച്ച് കുമാരനാശൻ എഴുതിയത്. മനസ്സിൻ്റെ തോന്നലുകൾക്കനുസരിച്ച് പ്രവർത്തിച്ച് നാം അപകടത്തിൽ ചെന്നു ചാടുമ്പോഴാണ് മനസ്സ് വൈരി അല്ലെങ്കിൽ ശത്രു ആവുന്നത്. ഏതാണ്ട് എല്ലാ കുഴപ്പങ്ങളിലും നാം ചെന്ന് ചാടുന്നത് മനസ്സിന് നിയന്ത്രണമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. എന്നാൽ മനസ്സിനെ അടക്കിയവർ, സമാധാനത്തിൻ്റെ ദൂതന്മാർ എന്നൊക്കെ നാം കരുതുന്ന സന്യാസിമാർ ബുദ്ധൻ്റെ കാലത്ത് തന്നെ സംഘർഷത്തിലേർപ്പെട്ടതിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബുദ്ധൻ്റെ കാലത്ത് കൊസാംബിയിലാണ് സംഭവം. ഭിക്ഷുക്കൾ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് മാസങ്ങളോളം അതിരൂക്ഷമായ ഭിന്നത ഉണ്ടായിരുന്നു എന്ന് ബുദ്ധ സാഹിത്യത്തിൽ പറയുന്നുണ്ട്. ബുദ്ധൻ വിചാരിച്ചിട്ട് പോലും പെട്ടെന്നത് തീർക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ അസ്വസ്ഥത ബുദ്ധൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. പ്രശ്നം പുറത്തു തീർന്നെങ്കിലും ഉള്ളിൽ അതത്ര വേഗത്തിൽ എരിഞ്ഞടങ്ങില്ല എന്ന് ബുദ്ധൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൊസാംബിക്ക് പോകാൻ പിന്നെ താല്പര്യം കാണിച്ചില്ല. അക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇത് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ കേരളത്തിൽ ഒരു പ്രസിദ്ധ മഠത്തിലെ സന്യാസിമാർ വിറക് കൊള്ളികളെടുത്ത് പരസ്പരം തലക്കടിച്ചത് പത്രത്തിൽ വായിച്ചത് ഓർമ്മ വരികയാണ്. ബുദ്ധൻ്റെ ബോധോദയത്തിന് ശേഷമുള്ള ആദ്യ 6 വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വിശാലമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ബുദ്ധൻ തൻ്റെ 6ാമത്തെ മഴക്കാല വിശ്രാന്തി, അതായത് വിശ്രമം, മകുല പർവ്വതത്തിലാണ് ചെലവഴിച്ചത്. 7ാമത്തത് ഗംഗയിൽ നിന്ന് അകലെ മുകളിലോട്ട് മാറിയുള്ള സാംകാശ്യ പർവ്വതത്തിലും 8ാമത്തത് ബഗ്ഗയിലെ സുംസും മാരഗിരിയിലും 9ാമത്തേത് കൊസാംബിക്കടുത്തും ചെലവഴിച്ചു. വിവിധ വനങ്ങളിലും വിഹാരങ്ങളിലുമായാണ് ബോധോദയത്തിന് ശേഷമുള്ള 45 വർഷം ബുദ്ധൻ ചെലവഴിച്ചത്. രാജഗൃഹത്തിലെ വേണുവനം, ശ്രാവസ്തിയിലെ ജേതവനം, കപിലവസ്തുവിലെ നിഗ്രോധാത്തോട്ടം, വൈശാലിയിലെ മഹാവനം, അമ്രപാലിയുടെ മാന്തോപ്പ്, വൈശാലിയിൽ തന്നെ കുടാഗ്ര വിഹാരം, ശ്രാവസ്തിക്കടുത്ത് കിഴക്കൻ വേണുവനം, അമ്പലത്തികത്തോട്ടം, വൈരാന്തി, വാരാണസിയിലെ മാന്തോപ്പ്, പനങ്കാട്, മകുലപർവ്വതം, സാംകാശ്യപർവ്വതം, രാക്കിനവനം, പാവരിക മാവിൻതോട്ടം, കൊസാംബിയിലെ ഗോശ്ര വിഹാരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബുദ്ധൻ ചെലവിട്ടത്. ഗംഗാ സമതല ഭൂവിൽ യമുനാ നദിയുടെ തീരത്ത് വംശരാജ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമായിരുന്നു കൊസാംബി. അക്കാലത്തെ 16 മഹാജനപദങ്ങളിൽ ഒന്നായിരുന്നു വംശരാജ്യം. പ്രയാഗ് രാജിൽ നിന്ന് 56 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് കൊസാംബി സ്ഥിതി ചെയ്തത്. അവിടെ ഒരു വലിയ കാട്ടിനുള്ളിൽ ഗോശ്ര എന്നു പേരുള്ള ഒരു ശിഷ്യൻ നിർമ്മിച്ചതാണ് ഗോശ്ര വിഹാരം. ബോധോദയത്തിന് ശേഷമുള്ള 9ാം മഴക്കാലത്ത് ഗോശ്രയിലായിരുന്നു ബുദ്ധൻ. മഴക്കാലത്ത് അടങ്ങി ഒതുങ്ങി ഏതെങ്കിലും വിഹാരത്തിൽ താമസിക്കുന്നതാണ് രീതി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മഴക്കാലത്ത് വെള്ളപ്പൊക്കം കാരണം നദികൾ മുറിച്ച് കടന്നു പോകാൻ കഴിയില്ല. ഇഴജന്തുക്കളുടെ ആധിക്യമാണ് മറ്റൊരു കാരണം. പകർച്ചവ്യാധികളും പിടിപെടും. അതുകൊണ്ട് ഓരോ മഴക്കാലത്തും ഏതെങ്കിലും വിഹാരത്തിലോ പർവ്വതത്തിലോ ചെലവഴിക്കും. വിശ്രമകാലമാണത്. മഴ പോയാൽ വീണ്ടും നടത്തം തുടരും. ജനങ്ങളുമായി ഇടപെടുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, അവ പരിഹരിക്കാൻ ശ്രമിക്കുക എന്നതായിരുന്നു ബുദ്ധൻ്റെ രീതി. സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പുരോഹിത വർഗത്തിൻ്റെ ദുർനടപടികളെ ബുദ്ധൻ എന്നും ചോദ്യം ചെയ്തിട്ടുണ്ട്. കൊസാംബിയിലെത്തിയപ്പോൾ മുതിർന്ന ശിഷ്യന്മാരായ
ശാരീപുത്രനും മഹാകശ്യപനും മൊഗല്ലാനയും മറ്റും ബുദ്ധനോടൊപ്പം ഇല്ലായിരുന്നു. ആനന്ദൻ കൂടെ ഉണ്ടായിരുന്നു. ശംശബ വൃക്ഷങ്ങൾ നിറഞ്ഞതായിരുന്നു ഗോശ്ര വിഹാരം. ചൂടുള്ള അപരാഹ്നങ്ങളിൽ ബുദ്ധൻ ശംശബയുടെ കീഴിൽ ധ്യാനിക്കുവാൻ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ധ്യാനത്തിന് ശേഷം ഒരു പിടി ശംശബ ഇലകൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ബുദ്ധൻ സന്യാസിമാരോട് ചോദിച്ചു, ഭിക്ഷുക്കളെ, എൻ്റെ കയ്യിലോ കാട്ടിലോ കൂടുതൽ ഇലകൾ? ഭിക്ഷുക്കൾ ഉടൻ ഉത്തരം പറഞ്ഞു, കാട്ടിൽ. ബുദ്ധൻ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നതും. എന്തുകൊണ്ടെന്നാൽ മോക്ഷമാർഗം സിദ്ധിക്കാൻ തീർത്തും ആവശ്യമായത് മാത്രമേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ബുദ്ധന്റെ കാലത്ത് എഴുത്തുവിദ്യ ഇന്ത്യയിലില്ല. ആളുകളുടെ ഓർമ്മയിലൂടെയാണ് ബുദ്ധന്റെ ജീവിതവും സന്ദേശങ്ങളും 4 നൂറ്റാണ്ടോളം കാലം നിലനിന്നത്. പിന്നീടാണ് അവ രേഖപ്പെടുത്തപ്പെട്ടത്. ബുദ്ധസംഘത്തിൽ നല്ല ഓർമ്മശക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ബുദ്ധൻ പറയുന്ന സൂക്തങ്ങൾ അവർ ഓർമ്മിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉരുവിടുകയും മാസത്തിൽ 2 തവണ എല്ലാവരും അത് ചൊല്ലുകയും ചെയ്യും. സൂക്ത ഗുരുക്കൾ എന്നാണ് അവർ അറിയപ്പെട്ടത്. പുസ്തകം നോക്കിയല്ല അക്കാലത്ത് പഠിച്ചത്. ഗുരു ഓർമ്മയിൽ നിന്ന് പറയുന്നത് ശിഷ്യൻ ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. ആനന്ദനും ഉപാരിയുമൊക്കെ നല്ല ഓർമ്മശക്തിയുള്ളവരായിരുന്നു. ഗുരുവിനും ശിഷ്യനും മധ്യത്തിൽ പുസ്തകം ഗുരുതരമായ തടസ്സമല്ലോ എന്ന് നമ്മുടെ കുഞ്ഞുണ്ണി മാസ്റ്റർ എഴുതിയത് ഓർക്കുക. സൂക്ത ഗുരുക്കന്മാർക്ക് പുറമെ ധർമ്മോപദേശ ഗുരുക്കന്മാരും ഉണ്ടായിരുന്നു. അവർ അന്തേവാസികൾക്കും പ്രാരംഭകർക്കും, അതായത് സംഘത്തിൽ പുതുതായി ചേരുന്നവർക്കും വിവിധ തരം ധർമ്മോപദേശങ്ങൾ നൽകുന്നതിന് വിദഗ്ധരായിരുന്നു. അതായിരുന്നു അവരുടെ ജോലി. അക്കൊല്ലം ഗോശ്ര വിഹാരത്തിൽ ധർമ്മോപദേശ ഗുരുക്കളും സൂക്ത ഗുരുക്കളും തമ്മിൽ സംഘർഷമുണ്ടായി. അവരുടെ തർക്കം തുടങ്ങിയത് ഒരു ചെറിയ സംഭവത്തിൽ നിന്നാണ്. പക്ഷേ അവസാനിച്ചത് മൂർച്ചയുള്ള ഒരു വിഭജനം സംഘത്തിൽ സൃഷ്ടിച്ചുകൊണ്ടും. താൻ ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെക്കാൻ ഒരു സൂക്ത ഗുരു മറന്നുപോയി. ധർമ്മോപദേശം തെറ്റിച്ചതിന് ധർമ്മോപദേശ ഗുരു അദ്ദേഹത്തിൽ കുറ്റം ചാർത്തി. താൻ മനഃപൂർവ്വം അഴുക്കുപാത്രം അവിടെ ഇട്ടുപോന്നു എന്ന് പറഞ്ഞ് തന്നെ കുറ്റപ്പെടുത്തരുതെന്ന് സൂക്ത ഗുരു വാദിച്ചു. വിദ്യാർത്ഥികൾ അവരവരുടെ ഗുരുക്കന്മാർക്കൊപ്പം നിന്നു. പ്രശ്നം ഗുരുതരമായി. പരസ്പരം കുറ്റപ്പെടുത്തലുണ്ടായി. സൂക്ത ഗുരു ധർമ്മം തെറ്റിച്ചെന്ന് ധർമ്മോപദേശ ഗുരു പരസ്യമായി പ്രഖ്യാപിച്ചു. കുറ്റം ഔപചാരികമായി ഏറ്റുപറയുന്നതുവരെ 2 ആഴ്ച കൂടുമ്പോഴുള്ള ധർമ്മശാസനം ചൊല്ലുന്ന ചടങ്ങിൽ നിന്ന് സൂക്ത ഗുരുവിനെ വിലക്കി. അന്തരീക്ഷം കൂടുതൽ മോശമായി. 2 കൂട്ടരും പരസ്പരം ചീത്ത വിളിച്ചു. അവരുടെ വാക്കുകൾ വിഷാസ്ത്രങ്ങൾ പോലെ പറന്നു. മറ്റ് സന്യാസിമാരും ഏതെങ്കിലും പക്ഷം പിടിച്ചു. അവിടെ നിന്ന് അധികം ദൂരത്തായിരുന്നില്ല ബുദ്ധൻ താമസിച്ചിരുന്നത്. എങ്കിലും അദ്ദേഹത്തിന് സംഘർഷത്തെപ്പറ്റി ആദ്യം അറിയുമായിരുന്നില്ല. ആശങ്കാകുലരായി ഒരു സംഘം സന്യാസിമാർ അദ്ദേഹത്തെ സന്ദർശിച്ചു. കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ബുദ്ധൻ ധർമ്മോപദേശ ഗുരുവിനോട് പറഞ്ഞു, നാം നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടിനോട് അത്രയേറെ ശക്തരായിരിക്കരുത്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ശ്രദ്ധയോടെ കേട്ട് നാം മനസ്സിലാക്കണം. സംഘം തമ്മിൽ തല്ലിത്തകരുന്നത് നാം ഒഴിവാക്കണം. പിന്നീട് അദ്ദേഹം സൂക്ത ഗുരുവിനെ കണ്ട് ഇത് തന്നെ പറഞ്ഞു. കുടിലിൽ തിരിച്ചെത്തി 2 പേരും സമരസപ്പെടുമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ ബുദ്ധന്റെ ഇടപെടൽ വിചാരിച്ചത്ര ഫലമുണ്ടാക്കിയില്ല. ഒരുപാട് ചീത്ത വിളികൾ നടന്നു കഴിഞ്ഞിരുന്നു. നിഷ്പക്ഷരായ ഭിക്ഷുക്കൾക്ക് 2 ഭാഗത്തെയും അനുരഞ്ജിപ്പിക്കാനുള്ള സ്വാധീനവുമില്ലായിരുന്നു. സംഘർഷം ഗൃഹസ്ഥ ശിഷ്യരുടെ കാതുകളിലുമെത്തി. താമസിയാതെ മറ്റ് മതസംഘങ്ങളും ബുദ്ധസംഘത്തിലെ പ്രശ്നങ്ങൾ അറിഞ്ഞു. സംഘത്തിന്റെ സമഗ്രതയ്ക്കും സൽപ്പേരിനും അതൊരു കനത്ത അടിയായിരുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ബുദ്ധന് തോന്നി. എല്ലാവരെയും വിളിക്കാനായി അദ്ദേഹം നിർദ്ദേശിച്ചു. എല്ലാവരും വന്നപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നിങ്ങളുടെ വിവാദം ദയവായി അവസാനിപ്പിക്കുക. അത് സംഘത്തിൽ വിഭജനമേ ഉണ്ടാക്കൂ. ദയവായി നിങ്ങളുടെ പരിശീലനത്തിലേക്ക് തിരിച്ചു പോവുക. നാം നമ്മുടെ പരിശീലനം ശരിക്കും പിന്തുടരുകയാണെങ്കിൽ നാം അഹന്തയുടെയും കോപത്തിന്റെയും ഇരകളാകില്ല. ഒരു സന്യാസി എണീറ്റ് നിന്ന് പറഞ്ഞു, ഗുരു, അങ്ങ് ഇക്കാര്യത്തിൽ ദയവായി ഇടപെടരുത്. തിരിച്ചുപോയി ശാന്തമായി അങ്ങയുടെ ധ്യാനത്തിൽ മുഴുകുക. ഇക്കാര്യം അങ്ങയെ സംബന്ധിച്ചുള്ളതല്ല. ഞങ്ങൾ മുതിർന്നവരാണ്. ഇത് തീർക്കാൻ ഞങ്ങൾക്ക് കഴിയും. സന്യാസിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. ബുദ്ധനോട് ആരും അങ്ങനെ പറയാറില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ ശ്മശാന മൂകത തളം കെട്ടി.
ഇത്തരം വാക്കുകൾ തന്നോട് പറയുമെന്ന് ബുദ്ധനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബുദ്ധൻ എഴുന്നേറ്റ് അവിടം വിട്ടുപോയി. അദ്ദേഹം കുടിലിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം ഭിക്ഷാടനം കഴിഞ്ഞപ്പോൾ കൊസാംബിയിൽ നിന്ന് പുറത്തു കടന്ന് അദ്ദേഹം കിഴക്കൻ വേണുവനത്തെ ലക്ഷ്യമാക്കി നടന്നു. അതിനിടയ്ക്ക് രസകരമായൊരു സംഭവം ഉണ്ടായി. കാട്ടിലേക്ക് അദ്ദേഹം കടക്കാൻ തുടങ്ങുമ്പോൾ വനം സൂക്ഷിപ്പുകാരൻ തടഞ്ഞു നിർത്തി. ആളെ മനസ്സിലാകാതെ അയാൾ പറഞ്ഞു, അവിടേക്ക് പോകരുത്, അവിടെ ധ്യാനത്തിലിരിക്കുന്ന സന്യാസിമാർക്ക് ബുദ്ധിമുട്ടാകും. ബുദ്ധൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മുതിർന്ന സന്യാസിയായ അനിരുദ്ധൻ ഓടി വന്നു. അദ്ദേഹം ബുദ്ധനെ സസന്തോഷം സ്വീകരിച്ച് വനം സൂക്ഷിപ്പുകാരോട് പറഞ്ഞു, ഇത് എൻ്റെ ഗുരുനാഥനാണ്. മറ്റ് സന്യാസിമാർ താമസിക്കുന്ന കാട്ടിലേക്ക് അനിരുദ്ധൻ ബുദ്ധനെ കൂട്ടിക്കൊണ്ടുപോയി. സ്വർണ്ണ നിറത്തിലുള്ള മുളക്കൂട്ടത്തിനരികിലായി അവർ ബുദ്ധൻ ഇരിപ്പിടമൊരുക്കി. അവർ വെള്ളവും തോർത്തും കൊണ്ടുവന്നു. ബുദ്ധൻ അവരോട് കൊസാംബിയിലെ കാര്യങ്ങൾ ചോദിച്ചു. പ്രഭു, വഴക്ക് കൂടുതൽ മോശമായി. രണ്ട് വിഭാഗക്കാരും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല. അന്തരീക്ഷം പ്രക്ഷുബ്ധവും അസ്വാസ്ഥ്യജനകവുമായിരുന്നു. ഞങ്ങൾ ഭിക്ഷാടനത്തിന് നഗരത്തിൽ ചെല്ലുമ്പോൾ ഗൃഹസ്ഥ ശിഷ്യന്മാർ നീരസമറിയിച്ചു. ഞങ്ങളിൽ പലരും ഒരു പക്ഷവും പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അവരോട് വിശദീകരിച്ചു. പതുക്കെ പതുക്കെ ഗൃഹസ്ഥ ശിഷ്യന്മാർ കൂടുതൽ ഇടപെട്ടു തുടങ്ങി. അവർ വിഹാരത്തിലേക്ക് വന്നു. സംഘർഷത്തിലേർപ്പെട്ട സന്യാസിമാരോട് സംസാരിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ബുദ്ധനെ അത്രമാത്രം വിഷമിപ്പിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹം വിഹാരം വിട്ടുപോയത്. നിരവധി ഗൃഹസ്ഥ ശിഷ്യന്മാർക്ക് സംഘത്തിലുള്ള വിശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്തി. ദയവായി നിങ്ങളുടെ പ്രവൃത്തികൾ പുനഃപരിശോധിക്കുക. സംഘർഷത്തിലേർപ്പെട്ട സന്യാസിമാർക്ക് ഭിക്ഷ കൊടുക്കില്ലെന്ന് ഗൃഹസ്ഥ ശിഷ്യർ തീരുമാനിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾ ബുദ്ധന്റെ നാമം ഉച്ചരിക്കാൻ യോഗ്യരല്ല, കാരണം മൈത്രിയിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ ബുദ്ധന്റെ അനുശാസനം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പരസ്പരം രഞ്ജിപ്പിലായി ബുദ്ധനെ കണ്ട് കുറ്റമേറ്റു പറഞ്ഞേനെ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിനി ഞങ്ങളുടെ വിശ്വാസം ആർജിക്കാനാവൂ. ജനങ്ങളിൽ നിന്ന് ശക്തമായ എതിർപ്പ് വന്നതോടെ പ്രശ്നം തീർക്കണമെന്നും ബുദ്ധനെ കാണണമെന്നും ഇരുവിഭാഗവും തീരുമാനിച്ചു. അപ്പോഴേക്കും ബുദ്ധൻ ശ്രാവസ്തിയിൽ ജേതവനത്തിലെത്തിയിരുന്നു. കൊസാംബിയിൽ നിന്നുള്ള സന്യാസിമാർ ബുദ്ധനെ കാണാനുള്ള വഴിയിൽ ശ്രാവസ്തിയിലെത്തിയിട്ടുണ്ടെന്ന വാർത്ത ശാരീപുത്രൻ അറിഞ്ഞു. അദ്ദേഹം ബുദ്ധന്റെ അടുത്തെത്തി ചോദിച്ചു, കൊസാംബിയിൽ നിന്നുള്ള സഹോദരന്മാർ ഉടനെ എത്തും. എങ്ങനെയാണ് ആ സാഹചര്യം നാം കൈകാര്യം ചെയ്യേണ്ടത്? ബുദ്ധൻ പറഞ്ഞു, ധർമ്മം അനുസരിച്ച് കൈകാര്യം ചെയ്യുക. അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നതെന്നു കുറെ കൂടി വ്യക്തമായി വിശദീകരിക്കാമോ എന്ന് ശാരീപുത്രൻ ചോദിച്ചു. ബുദ്ധൻ തൻ്റെ മുതിർന്ന ശിഷ്യരെ നോക്കി പറഞ്ഞു, യാതൊരു മുൻവിധിയും കൂടാതെ അവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ധർമ്മം അനുസരിച്ചുള്ളത് ഏതാണ്, അല്ലാത്തത് ഏതാണ് എന്ന് നിശ്ചയിക്കുവാനായി പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. അത് മനസ്സിലാവുന്നതോടെ ഇരുവിഭാഗക്കാരെയും രഞ്ജിപ്പിലാക്കാൻ നിങ്ങൾക്ക് സഹായിക്കാനാകും. ആ സമയത്ത് ഒരുപാട് ഗൃഹസ്ഥ ശിഷ്യർ ബുദ്ധന്റെ കുടിലെത്തി. അവർ പറഞ്ഞു, പ്രഭു, കൊസാംബിയിൽ നിന്നുള്ള സഹോദരന്മാർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് അവരെ സ്വീകരിക്കേണ്ടത്? ഞങ്ങൾ രണ്ടു കൂട്ടർക്കും ഭക്ഷണം അർപ്പിക്കണോ? ബുദ്ധൻ മന്ദഹസിച്ചു. ഭക്ഷണം ഇരുവിഭാഗക്കാർക്കും നൽകുക. സംഘത്തിലുള്ള നിങ്ങളുടെ സഹകരണം പ്രകടിപ്പിക്കുക. ധർമ്മമനുസരിച്ചുള്ള കാര്യങ്ങൾ പറയുന്നവരെ പ്രശംസിക്കുക. ബുദ്ധൻ പറഞ്ഞു, കവാടങ്ങൾ തുറക്കുക, അവരെ സ്വീകരിക്കുക. അപ്പോൾ ശാരീപുത്രൻ പറഞ്ഞു, അവർക്കെല്ലാം ഉറങ്ങാനുള്ള സ്ഥലം ഞാൻ സജ്ജീകരിക്കുന്നുണ്ട്. തൽക്കാലം ഇരുവിഭാഗങ്ങളും വെവ്വേറെ ഇടങ്ങളിൽ തന്നെ നിൽക്കട്ടെ. എല്ലാവർക്കും ഉറങ്ങാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. തിങ്ങിപ്പാർക്കുന്ന സാഹചര്യം തൽക്കാലം നമുക്ക് സഹിക്കേണ്ടി വരും. പക്ഷേ മുതിർന്നവർ ഒരിക്കലും പുറത്തു കിടക്കാൻ ഇടയാവരുത്. ഭക്ഷണവും മരുന്നും തുല്യമായി എല്ലാവർക്കും നൽകുക. പുതുതായി എത്തിയ സന്യാസിമാരോട് ഭിക്ഷാടനത്തിന് പോകാൻ പിറ്റേന്ന് രാവിലെ ബുദ്ധൻ പറഞ്ഞു. ശാരീപുത്രൻ അവരെ ചെറിയ സംഘങ്ങളായി തിരിച്ചു. ഓരോ സംഘത്തെയും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് അയച്ചു. ആ രാത്രി സംഘർഷത്തിന് തുടക്കമിട്ട സൂക്ത ഗുരുനാഥൻ ധർമ്മോപദേശ ഗുരുനാഥന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം കൈകൾ കൂപ്പി വണങ്ങി. എന്നിട്ട് മുട്ടുകുത്തി നിന്ന് പറഞ്ഞു, സംപൂജ്യരെ, ഒരു ധർമ്മം ലംഘിച്ചതായി ഞാൻ സമ്മതിക്കുന്നു. അങ്ങയ്ക്ക് എന്നെ തിരുത്താൻ അർഹതയുണ്ടായിരുന്നു. സംഘത്തിന് മുമ്പിൽ കുറ്റം ഏറ്റുപറയാൻ ഞാൻ തയ്യാറാണ്. തൻ്റെ അഹങ്കാരം മറക്കുക മാത്രമാണ് സംഘർഷം തീരാനുള്ള ഒരേയൊരു വഴിയെന്ന് സൂക്ത ഗുരുനാഥന് മനസ്സിലായി. ധർമ്മോപദേശ ഗുരുനാഥന് മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ചു. വിനയവും നയചാതുര്യവും എനിക്കുമില്ലാതെ പോയെന്ന് ഞാനും ഏറ്റുപറയുന്നു. ദയവായി എൻ്റെ ആത്മാർത്ഥമായ ക്ഷമാപണങ്ങൾ സ്വീകരിച്ചാലും.
അന്ന് രാവേറെ ചെന്ന് സൂക്ത ഗുരുനാഥനു വേണ്ടി ഒരു കുറ്റസമ്മത ചടങ്ങ് അവിടെ ഏർപ്പാടാക്കി. അദ്ദേഹം കുറ്റമേറ്റു പറഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായി. പാതിരായ്ക്ക് ശേഷമാണ് ശാരീപുത്രൻ ബുദ്ധനോട് ആത്യന്തികമായി രഞ്ജിപ്പുണ്ടായി എന്നറിയിച്ചത്. ബുദ്ധൻ മൗനമായി തലയാട്ടി. സംഘർഷം അവസാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എല്ലാ മുറിവുകളും ഉണങ്ങാൻ സമയമെടുക്കുമെന്ന്. പക്ഷേ ബുദ്ധൻ പിന്നീട് കൊസാംബിയിൽ പോകുന്നത് പരമാവധി ഒഴിവാക്കി. ആ മുറിവ് ബുദ്ധന്റെ മനസ്സിൽ കിടന്നിരുന്നു എന്നാണ് അതിനർത്ഥം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നന്ദി.